മറയൂർ ശർക്കരയ്ക്ക് പുതുജീവനേകി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ഫാക്ടറി പ്രവർത്തന സജ്ജമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഈ ഫാക്ടറി മറയൂരിലെത്തുന്ന സഞ്ചാരികളുടെയും മുഖ്യ ആകർഷണമായി മാറിയിരിക്കുകയാണ്. ഭൗമസൂചിക പദവിയിലൂടെ പ്രശസ്തമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹായത്തോടെയാണ് ഈ അത്യാധുനിക സംരംഭം ആരംഭിച്ചത്. പരമ്പരാഗതമായ നിർമ്മാണ രീതികളിൽ മാറ്റം വരുത്തി പൂർണ്ണമായും യന്ത്രവൽകൃതവും ശാസ്ത്രീയവുമായ സംവിധാനങ്ങളിലൂടെ ശർക്കരയുടെ ഗുണനിലവാരവും തനിമയും ഉറപ്പുവരുത്തുകയാണ് ഈ പുതിയ ജാഗറി ഫാക്ടറി ലക്ഷ്യമിടുന്നത്. നിലവിൽ മറയൂരിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി ഈ ആധുനിക ഫാക്ടറി മാറിക്കഴിഞ്ഞു. എല്ലാം നല്ല നീറ്റായിട്ട് തോന്നി. കാരണം ലേബേഴ്സിൻ്റെ അധികം വരുന്നില്ല. ആകെ അത് ഷുഗർ കെയിൻ ഇങ്ങനെ തള്ളിവിടുന്നതും കൂടി ഉരുട്ടുന്നതും മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം യന്ത്രവൽക്കൃതം തന്നെയാണ്. ഇപ്പോൾ എല്ലാം നല്ല നീറ്റ്നെസ് ആയിട്ട് തോന്നി. അതെനിക്ക് തോന്നിയത്. മറ്റേത് ആടനാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇങ്ങനെ പൊടി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം കുറച്ചുകൂടെ വളരെ ഹൈജീനിക്കാണ്. ശാസ്ത്രീയമാണ്. അതാ തോന്നിയത്. പൂർണ്ണമായി സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ചാണ് ഫാക്ടറിയുടെ പ്രവർത്തനം. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കൃത്യമായി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നീരെടുക്കുന്നത്. തുടർന്ന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളിലൂടെ സംസ്കരിച്ച് മികച്ച ഗുണനിലവാരമുള്ള ശർക്കരയായും ശർക്കര പൊടിയായും മാറ്റുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഉൽപാദന യൂണിറ്റാണിതെന്ന് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അൻസി ആന്റണി പറഞ്ഞു. നബാർഡിന്റെയും കൂടി സംയുക്ത ഒരു സംരംഭമായിട്ടാണ്, അവരുടെയും കൂടി ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ പല പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാണ്ട് ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് 2000-ത്തിലധികം ഏക്കർ സ്ഥലത്ത് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നത് ചുരുങ്ങി അത് 800-ലെത്തി നിൽക്കുന്നു. അത് ചുരുങ്ങാൻ കാരണം ശർക്കരയ്ക്ക് വിലയില്ല. അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും ഭൂമി വിനിയോഗിക്കപ്പെടുന്നു. ടൂറിസം ആവശ്യങ്ങൾക്ക്, കവുങ്ങ് കൃഷിക്ക് ഒക്കെ ആയിട്ട് ഭൂമി ഉപയോഗിക്കുന്നത് വഴി കരിമ്പ് കൃഷിയുടെ തോത് കുറഞ്ഞു വരുന്നു. ആ സമയത്താണ് നമുക്ക് ഈ കരിമ്പിൻ്റെ ഭൗമസൂചിക പദവി മറയൂർ ശർക്കരയിൽ വയ്ക്കുന്നത്. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് ഉള്ളതാണ്. ഒരു കാലത്ത് 2000-ത്തിലധികം ഏക്കറിലുണ്ടായിരുന്ന മറയൂരിലെ കരിമ്പ് കൃഷി പലവിധ പ്രതിസന്ധികൾ കാരണം 800 ഏക്കറോളമായി ചുരുങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ മറയൂരിന്റെ സവിശേഷമായ കരിമ്പ് കൃഷിയെ സംരക്ഷിച്ച് നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യവും ഈ ഫാക്ടറിക്കുണ്ട്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മികച്ച വില ലഭ്യമാക്കാനും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും ഈ ആധുനിക ഫാക്ടറി വഴി കഴിയുന്നുണ്ട്. തനത് മറയൂർ ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് മികച്ച വരുമാനവും ഉറപ്പാക്കുന്ന ഈ ബാങ്ക് സംരംഭം സഹകരണ മേഖലയ്ക്ക് തന്നെ ഒരു പുതിയ മാതൃകയാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.